നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഒരു പാർട്ടി വെയർ സാരി വേണ്ടേ? അതായത് ഇതുണ്ടോ, ഇതിൽ സ്റ്റോൺ വർക്കാട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വന്നിരിക്കുന്നത്. അതുപോലെ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്ന വിചിത്ര സിൽക്കിലാണ്. വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ചെറിയ പ്ലേറ്റായിട്ടും 1 പ്ലേറ്റ് ആയിട്ടും അതുപോലെ ഇതിൻ്റെ ഫ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട്, ഇപ്പോൾ എത്ര വെയർ ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കായാലും ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. അതുപോലെ ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ സ്റ്റോൺസ് തന്നെ വരുന്നു. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചെന്ന് പറയാൻ ഇതിൻ്റെ 2 സൈഡിലും ഈ സ്റ്റോൺ വർക്ക്, അതാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ടീനേജേഴ്സിനായാലും ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ പെട്ടെന്ന് വെയർ ചെയ്യണമെന്ന് തോന്നിയ നല്ലൊരു സാരി. അതുപോലെ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഒതുങ്ങിക്കിടന്നോളും, നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ സ്റ്റോൺ വർക്ക് ഇങ്ങനെ ബോർഡറായിട്ട് വരുന്നു. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെ, വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല കേട്ടോ. ഈ ബോർഡർ വരുന്നു, 2 സൈഡിലും ബോർഡർ. അതുപോലെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ സ്റ്റോൺ വർക്ക് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരിക 939 ആണ്. ഇനി ഇതിൻ്റെ കളേഴ്സ് ഉണ്ടല്ലോ, എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് വരിക. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്, നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, അതുപോലെ പിങ്ക്, ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരും. അതിൻ്റെ ബോർഡറിലുണ്ടല്ലോ ഈ സ്റ്റോണിനൊക്കെ ചെറിയ ഡിഫറൻസ് അതിൻ്റെ ഷേപ്പിലൊക്കെ വരുന്നുണ്ട്. സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറ് തന്നെയാണ്, പീച്ച്. റേറ്റ് 939 വരുന്നത്. ഇത് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ. ഇതിലുണ്ടോ ഈ ബോർഡറിൽ സ്വല്പം സ്റ്റോണിലൊക്കെ ഇച്ചിരി ഡിഫറൻസ് അത് വരുന്നുണ്ട് കേട്ടോ.